ഹായ്, ഫാം ബോയ് ഹിയർ. വെൽക്കം ബാക്ക് ടു അനദർ ഫാം അഡ്വഞ്ചർ. മഴക്കാലമായതുകൊണ്ട് ഇവിടെ മുഴുവൻ പുല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമാണ്, കാരണം ഇത് വെട്ടി ഇവിടെയുള്ള 3 റേസ്ഡ് ബെഡ് ഞാൻ നിറച്ചു. ആദ്യത്തെ 2 ബെഡ് ഇവിടെ ഉണ്ടായിരുന്ന മണ്ണ് ഉപയോഗിച്ചാണ് നിറച്ചത്. അതിൽ വാങ്ങിയ കുറച്ച് പച്ചക്കറി തൈകളും വെച്ചിട്ടുണ്ട്. കുറച്ച് ചാണകം മാത്രമാണ് വളമായിട്ട് ചേർത്തത്. നനവുള്ള സമയത്ത് ഇളക്കമുള്ളതായിട്ട് തോന്നുമെങ്കിലും 2 ദിവസത്തെ വെയിലിൽ ചെടികൾ ചെറുതായി വാടിയിട്ടുണ്ട്. കാരണം ഈ മണ്ണിൽ ഓർഗാനിക് മാറ്റർ അഥവാ ജൈവാംശം തീരെ ഇല്ലാത്തതുകൊണ്ട് ഈ മണ്ണിൽ ഈർപ്പം നിൽക്കില്ല. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇതിന് നന ആവശ്യമാണ്. റേസ്ഡ് ബെഡ് ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ കാരണം മണ്ണൊലിപ്പ് തടയാനും ഇതിനകത്തുള്ള മണ്ണും വളവും പുറത്തേക്ക് പോകാതെ സംരക്ഷിക്കാനുമാണ്. അതുപോലെ ഗാർഡൻ്റെ ഭംഗിക്കും മെയിൻ്റനൻസിനും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രകൃതിയുടെ രീതിയും കൃഷി രീതിയും സംയോജിപ്പിച്ച് ചെയ്താൽ മാത്രമേ ഫുഡ് ഫോറസ്റ്റ് എന്ന നമ്മുടെ സങ്കല്പം യാഥാർത്ഥ്യമാകും. ഈ വെട്ടിയ പുല്ല് വളരെ ചെറുതാണ്. ഇതിൽ ഉണങ്ങിയതും പച്ചയുമായ ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് സാധാരണയേക്കാൾ വേഗത്തിൽ ഇത് നല്ലൊരു ജൈവാംശമുള്ള മണ്ണായിട്ട് മാറും. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിലല്ല, അതിലടങ്ങിയിരിക്കുന്ന പോഷകത്തിൻ്റെ അളവിലാണല്ലോ കാര്യം. ഇത് കഴിക്കുന്നതിലൂടെ ആ ഗുണങ്ങൾ കിട്ടുമ്പോഴാണ് ശരിയായ ആരോഗ്യം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രൂട്ട് പ്ലാന്റ്സ് ഒരു ഫുഡ് ഫോറസ്റ്റിൻ്റെ പ്രധാന ഭാഗമാണല്ലോ. ഇവിടെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ നട്ടിട്ടുണ്ട്. ഒരുപാടെണ്ണം പലപ്പോഴായി വാങ്ങി ബാഗുകളിൽ വീട്ടിലിരിക്കുകയാണ്. അതിനുള്ള സ്ഥലം നോക്കി അത് നടണം. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ബൈ.